എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇന്നലെ ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വലിയൊരു ചൂര ഇരിക്കുന്നത് കണ്ടു. ഒരു 40-45 കിലോളം വരുന്ന ഒരു ചൂര. അപ്പം ഞാൻ ആ ചൂര കണ്ടപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തല കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ അമ്മച്ചിയാണ്. പണ്ട് അമ്മച്ചി കറി വെച്ച് തന്ന ആ ചൂര കറിയുടെ ടേസ്റ്റ്, ആ തലക്കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും ഞങ്ങളുടെ നാവിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ചൂര തല ഓർഡർ ചെയ്ത് ഇപ്പം ഞങ്ങൾ ഇന്ന് അമ്മച്ചിയുടെ റെസിപ്പിയിൽ ആണ് ഈ ചൂരത്തല ഇവിടെ കറി വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കപ്പയും കൂടി, അതിൻ്റെ കോമ്പിനേഷനായിട്ട് കുറച്ച് പച്ചക്കപ്പയും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കപ്പ ഞങ്ങൾക്കിവിടെ കിട്ടുന്നത്, ഇത് ബ്രസീലിൽ നിന്ന് വരുന്ന കപ്പയാണ്. ഇത് മെഴുകു പുരട്ടിയാണ് ഇവിടെ വരുന്നത്. കാരണം മെഴുകു പുരട്ടി വരുമ്പോഴത്തേന് ഇത് പനലായി പോകില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് മുറിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്, നല്ലതാണോ പനലാണോ എന്നൊക്കെ. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. ഈ ചൂരയുടെ തല കറി വയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ഞാൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രീസറിൽ സൂക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ കൃഷി ചെയ്തതാണ്. കുറച്ച് ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുടംപുളി, കുറച്ച് മുളക് പൊടി, ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തല കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തല ഞങ്ങൾ ഇതുപോലെ മുഴുവനെ ആണ് കറി വയ്ക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതുപോലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇത് വൃത്തിയായിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം തേച്ച് ഇളക്കി കളഞ്ഞതിന് ശേഷം നമുക്കിത് കറി വയ്ക്കാം. അമ്മച്ചിയുടെ റെസിപ്പി അനുസരിച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ ചതച്ചാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ അവളവിടെ മീനൊക്കെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനും ഉണ്ട്, അച്ചായനും ഉണ്ട്. ഇപ്പോൾ കപ്പയൊക്കെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതേപോലെ ഇങ്ങനെ കൊത്തിയെടുക്കാം. ഏകദേശം ഒരേപോലത്തെ വലിപ്പത്തിൽ. ആദ്യം നമ്മൾ പുളി ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പുളി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീനെല്ലാം തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി നല്ല വെളുവിളാന്ന് വന്നിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് കറിയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വലിയൊരു ചരുവം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം ഒരുവിധം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ കടുക് നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് ഉലുവാപ്പൊടി, ഒരു 5 സ്പൂണ്, ഈ സ്പൂണിന് 5 സ്പൂണ് മുളക് പൊടി. ഇതെല്ലാം കൂടി പുളിവെള്ളത്തിൽ തിളപ്പിച്ച പുളിവെള്ളത്തിൽ മിക്സ് ചെയ്ത്
എടുക്കുന്നതാണ് അമ്മച്ചിയുടെ ഒരു സ്റ്റൈല്. ഇതാണ് അമ്മച്ചിയുടെ ഒരു ടിപ്പ്. ഈ മീൻകറിയുടെ പ്രത്യേകതയും ഇതാണ്. ഈ പുളിവെള്ളത്തിൽ കുഴച്ചെടുത്ത ഈ അരപ്പ് നമ്മളിനി എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. പുളിവെള്ളത്തിൽ കുഴച്ചെടുത്ത അരപ്പാണിത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ലതുപോലെ പുക പറക്കുന്നുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെ പകുതി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ തല എടുത്ത് വയ്ക്കും. ഇപ്പം ഞങ്ങൾ ഈ ചരുവം ഒന്ന് മാറി. കാരണം ഞങ്ങൾ വെച്ച ചരുവത്തിൽ ഈ തല ഇറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു ചരുവത്തിലോട്ട് മാറ്റി. ഇപ്പം നല്ലതുപോലെ എല്ലാം മുന്നിൽ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഞാനത് തിരിച്ചിടാൻ ശ്രമിക്കുകയാണ്, പറ്റുമോയെന്ന് അറിയില്ല. എനിക്കിത് തിരിച്ചിടാൻ പറ്റുന്നില്ല. അച്ഛ ഇതൊന്ന് വന്നൊന്ന് തിരിച്ചിട്ട് തരുമോ? ഇനി നമുക്കിത് കുറച്ച് നേരം കൊണ്ടൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു ചരുവം വെച്ച് അതിലേക്ക് നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഈ അരപ്പും വെള്ളവും കൂടി അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിലേക്ക് എല്ലാം പുളിയും മുളകും എല്ലാം നല്ലതുപോലെ പിടിക്കും. ഇപ്പം നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അരപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ കപ്പ ഇവിടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗ്യമാണ്, നല്ല അടിപൊളി കപ്പയാണ് കിട്ടിയത്. ഒരു കപ്പ പോലും കേടില്ലായിരുന്നു. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം. I'm dreaming if you are dream of a
തലക്കറിയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലക്കറിയുടെ ലുക്കൊക്കെ കണ്ടിട്ട് അമ്മച്ചി ചെയ്തതുപോലൊക്കെ തന്നെ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല, ഒരുവിധം നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അമ്മച്ചി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ വന്നില്ലെങ്കിലും ഏകദേശം ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ആ കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.